ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാടത്തേക്ക് ഒന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ഇക്ക ചൂണ്ടാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിച്ചുമോൻക്കാന്നുണ്ടെങ്കിൽ ഇക്ക പോകണമെന്ന് കണ്ടാൽ അപ്പം കയറും വണ്ടിമ്മ. അപ്പോൾ അതേ ഇക്ക പോകണമെന്ന് കണ്ടപ്പോൾ അവൻ ഇറങ്ങലൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല മഴയുള്ള കാരണം ഇക്കാക്ക് വലിയ മൂടുണ്ടായിരുന്നില്ല ഞങ്ങളെ കൊണ്ടുപോകാൻ. എന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇക്ക കുടമൊക്കെ എടുത്ത് തന്ന്, വലിയ കുടമൊക്കെ ഉണ്ടായിരുന്നു ഉപ്പാടെ. അപ്പോൾ ആ കുടമൊക്കെ എടുത്ത് തന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തിട്ടാ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പാടം, പിന്നെ പാലം ഒക്കെ കാണാൻ നല്ലൊരു രസമുണ്ട്. ഒരു പ്രത്യേക വൈബാണ് അവിടെ പോയി നിന്നാൽ. എന്താ പറയുക, പാടങ്ങളും മഴയും പിന്നെ ഈ ചൂണ്ടട്ടിട്ട് മീൻ പിടിക്കണത് അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഞാനല്ലാട്ട ചൂണ്ടട്ട് മീൻ പിടിക്കണം. ഒരട്ടൊക്കെ ഇതുപോലെ ചൂണ്ടട്ടിട്ട് വേറെ എന്തിനോ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞാൽ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. ഞാനൊരൊറ്റ എടുക്കൽ അത് മേലക്കണ്ട് പോയി, മറ്റേ ഓലയുടെ മേലക്കായിട്ട് തങ്ങി നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഈ പണിക്ക് നിൽക്കരുതിട്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തായാലും ഞാനും നിച്ചുമോനും ഇതേ ഇങ്ങനെ പാടങ്ങളൊക്കെ ചുറ്റി കാണുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഇക്ക അപ്പുറത്തെ സൈഡിലാണ് നിൽക്കണത്. അപ്പോൾ ഇക്ക ആദ്യം നിന്നിരുന്ന ഭാഗത്തുനിന്ന് അധികം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഇക്ക അപ്പുറത്തേക്ക് പോയി. പിന്നെ അതേ അതിന് ശേഷം വീണ്ടും ചൂണ്ടൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എരനൊക്കെ ഇട്ടിട്ട് ഇതിലാണ് ചൂണ്ട ഇടുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ കേട്ടോ. അതിന് ശേഷം എരനൊക്കെ എടുത്ത് ഇതിലാണ് എരന കൊണ്ടുവന്നത്. വീട്ടിൽ നിന്ന് കിളച്ചെടുത്തതാണ് കേട്ടോ എരനെ. അപ്പോൾ അത് എരനൊക്കെ എടുക്കുന്നുണ്ട് ആൾ. പിന്നെ ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് കിട്ടണത് മൊത്തം ചെറിയ മീനാണ്. അപ്പം അത് കാരണം ഇക്കാക്ക് പ്രാന്ത് പിടിച്ച് നിന്നിരുന്നു. എന്നിട്ട് പിന്നെ ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോയി ആൾ. ഇതേ എപ്പോഴും കിട്ടണമൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ മീനാണെന്നുള്ളൂ. അപ്പോൾ ഇക്കാക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ടൈമിൽ പിന്നെ അപ്പുറത്തെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അലക്കാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇതേപോലെ മഴ ആയപ്പോൾ കുറച്ച് നേരം വരെ അവിടെ അങ്ങനെ നിന്ന്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളിങ്ങനെ ചൂണ്ടിട്ട് ഇതാക്കി. പിന്നെ ഇക്ക അപ്പുറത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വിശേഷമൊന്നുമില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നമുക്ക് കുട്ടികളും ഇല്ല, ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നിച്ചുമോനായിട്ട് വന്ന കാരണം കുറച്ച് നേരമൊക്കെ നല്ലപോലെ എനർജിയിലൊക്കെ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ കടയാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഒരു കയ്യിൽ കുട, ഒരു കയ്യിൽ അവന്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഭയങ്കര കൈ കടച്ചിൽ തുടങ്ങി. പിന്നെ ഞങ്ങൾക്കവിടെ പൂവക്കാന്ന് പറഞ്ഞ് എനിക്ക് ഈ ഒരു ഇത് വൈബ് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം വരെ നിന്ന്, പക്ഷേ ചെക്കനെ കൊണ്ട് പറ്റണില്ല. മോന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എന്നാലും കുടയും പിന്നെ അവന് ഒറ്റ കയ്യിലൊക്കെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് നിൽക്കണ കാരണം അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മീനെ പിടിച്ചപ്പോൾ അവനക്ക് പിന്നെ പിടിക്കാനായി. അപ്പം മഴ പെയ്തപ്പോൾ പിന്നെ കോട്ടൊക്കെ എടുത്തിട്ട് നിന്ന്. ഇവർക്ക് എന്ന് വെച്ചാൽ മീൻ പിടുത്തം എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്താണ്. ഇവർ 3 ജ്യേഷ്ഠനിയന്മാരും അങ്ങനെ തന്നെ. അപ്പോൾ ഇതാണ് അലക്കാൻ വന്ന ചേച്ചി. അപ്പോൾ ആ ചേച്ചി ചീത്ത അറിയായിരുന്നു, മഴയത്ത് എന്തിനാണ് കുട്ടീനായിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ ഇതേ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് വണ്ടി അവിടെ വെച്ച്. അപ്പോൾ ചേച്ചി ഇതൊന്നും നല്ല അലക്കില്ല. അപ്പോൾ ചേച്ചി എന്തോ പണിയൊക്കെ കഴിഞ്ഞ് അലക്കാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും ചേച്ചീനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. പിന്നെ ഞാനും നിച്ചുമോനും മഴ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസ് റീൽസൊക്കെ ഇടാൻ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ അവനിങ്ങനെ നടക്കണതൊക്കെ ഇങ്ങനെ എടുത്ത്. അപ്പോൾ അതേ എന്തായാലും ഇക്ക മീൻപിടുത്തം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് ഒരേ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അവനക്കാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇക്ക വന്നാലാണല്ലോ ഇത്രയും കൂടുതലായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ പുറത്തേക്ക് പോകാൻ വെച്ചാൽ ഉപ്പാടെ കൂടെ പോകും, വല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ. അപ്പോൾ അത് കാരണം കുട്ടിക്ക് ചെറിയൊരു ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ടൈമിൽ വാശി പിടിച്ചിട്ട് ഇന്നേട്ട് ഭ്രാന്ത് പിടിപ്പിക്കും. അപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഭയങ്കര വിഷമാവും. പാവം ചെറുതല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നിച്ചുമോനായിട്ട് വന്നപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാണാത്ത ഭാഗങ്ങളൊക്കെ ആണല്ലോ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നടന്ന് നിൽക്കൽ തുടങ്ങി, പിടിച്ചിട്ട് കിട്ടാണ്ടായി, അങ്ങനത്തെ അവസ്ഥ ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അവൻ്റെ ഈ കളിഞ്ചിരിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. വാ 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 ഡാ പോക്കിരി ദാ ദാ ഇവിടെ ദാ ദടാ ദടാ ദാ ആൻറ്റി 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 ഡി 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 ഡി
അപ്പോൾ ദേ ഇതാണ് ട്ടോ കിട്ടിയ മീൻ. അപ്പോൾ ഞാൻ തുറന്നിട്ടൊന്നും കാണിക്കണില്ല, കാരണം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിച്ചുമോനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് പിടിക്കാണ്ട് അവനവിടെ നിർത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും പാടയും തോടുകളും ഇതൊക്കെയാണ്. അപ്പം അത് കാരണം വല്ലതും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ കടയിൽ നിന്ന് നല്ല കേൾക്കുകയും ചെയ്യും. എനിക്ക് കേൾക്കണമല്ല, അപ്പോഴെന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ അവസ്ഥയും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ കുട്ടീനെ ശ്രദ്ധിക്കേണ്ടിടത്ത് കുട്ടീനെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാവാം. അപ്പം എന്തായാലും ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ബായ്.